നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തിനോട് ഒത്തിരി മിണ്ടാൻ ശ്രമിച്ചിട്ടും അവർ തിരക്കാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ടോ? നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ മാത്രം നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കുന്നവരുണ്ടോ? ഇങ്ങനെ സ്വയം എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി ഒരു കാരണവുമില്ലാതെ നിങ്ങളോട് കൂടുതൽ അകലാതെ അടുക്കാതെ നിൽക്കുന്ന കൂട്ടുകാർ ഉണ്ടെങ്കിൽ അറിഞ്ഞിരിക്കുക, അവരുടെ മനസ്സിൽ നിങ്ങളെ അവർ എങ്ങനെയാണ് കാണുന്നത് എന്ന്. ഈ കൂട്ടർ ഒരു സമയത്ത് ചിന്തിച്ചിരുന്നത് അവരായിരുന്നു നിങ്ങളെക്കാൾ മുകളിൽ എന്നാണ്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ കൂടുതൽ സ്നേഹിച്ചു, സംസാരിച്ചു, സഹകരിച്ചു. പക്ഷേ അവരുടെ ചിന്തകൾ തെറ്റാൻ തുടങ്ങിയത് നിങ്ങൾ മറ്റാരെയും അവരെയും നോക്കാതെ നിങ്ങളെ വിജയിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചപ്പോഴാണ്. ഞാനാണ് വലുത് എന്ന് ചിന്തിക്കുന്ന ഇത്തരം കൂട്ടുകാർ ഉണ്ടെങ്കിൽ നിങ്ങളെ ഒരു സുഹൃത്തായി ഒരിക്കലും അവർ കണ്ടിട്ടില്ലായിരുന്നു എന്നതാണ് സത്യം. നിങ്ങൾ ഒരു മോശാവസ്ഥയിലായിരുന്നു ജീവിക്കുന്നതെങ്കിൽ ഈ കൂട്ടർ നിങ്ങളോട് ഒത്തിരി സംസാരിക്കാൻ ശ്രമിച്ചേനെ. കാരണം നിങ്ങളുടെ ആ ഒരു അവസ്ഥ കൊണ്ട് തന്നെ. ആ അവസ്ഥയിൽ നിന്നും നിങ്ങൾ മാറാൻ തുടങ്ങിയപ്പോൾ അംഗീകരിക്കാൻ കഴിയാതെ അസൂയ കൂടി മിണ്ടാൻ ആഗ്രഹിക്കാത്ത ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് അവരെക്കാൾ ഒരു പടി മുകളിലുള്ള ജീവിതമാണ് എന്ന്. ഇനിയും നമ്മൾ എത്ര താഴ്ന്നു കൊടുത്തിട്ടും നമ്മളോട് അകലം ഇടുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഇതുകൂടി അറിഞ്ഞിരിക്കുക, എപ്പോഴും അവരെ അസൂയപ്പെടുത്തി ജീവിക്കാൻ പഠിക്കണം. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത്, ഒരു മനോധൈര്യം, അത് അവരുടെ ആ ഒരു അവഗണനയിൽ നിന്നുമാണ് നിങ്ങൾ നേടേണ്ടത്. അവർ നിങ്ങളെ അസൂയയോടെ നോക്കിക്കാണുന്ന, നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു വേദിയിൽ അവർ അംഗമാകുന്നത് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ശരിക്കും ഒരു കാരണവുമില്ലാതെ നമ്മളിൽ നിന്നും അകന്ന് അസൂയപ്പെടുന്ന ഇത്തരത്തിലുള്ള ആളുകളാണ് നമ്മളെ ഏത് തോൽവിയിലും മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന നമ്മളുടെ ധൈര്യം എന്നതാണ് മറ്റൊരു വലിയ സത്യവും. നിങ്ങളുടെ സ്വന്തം മൗനസഞ്ചാരി.